3 മാസങ്ങളായി കാണാതിരുന്ന തന്റെ പ്രതിസുത വരൻ ഒരു അപരിചിതയായ പെൺകുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. ഉടനടി തന്നെ പെൺകുട്ടിയാവട്ടെ ആ സ്ത്രീയുമായി അയാൾക്കുള്ള ബന്ധം എന്താണെന്ന് തിരക്കുന്നു. യുവാവട്ടെ 3 മാസങ്ങൾക്ക് മുമ്പ് തനിക്കൊരു അപകടം സംഭവിച്ചെന്നും അതുമൂലം തനിക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടു. ഈ പെൺകുട്ടിയാണ് തന്നെ രക്ഷിച്ചതെന്നും അവളോട് പറയുന്നു. പക്ഷേ ആ വാർത്തയിൽ കാട്ടിലും ഭയാനകമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിനോടകം തന്നെ അയാൾ ആ സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. താൻ എപ്പോഴും തന്റേതാണെന്ന് കരുതി സ്നേഹിച്ചുകൊണ്ടിരുന്ന യുവാവട്ടെ ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞ് ആ പെൺകുട്ടി വല്ലാതെ സങ്കടത്തിലാവുന്നു. ഈ വാർത്ത കേട്ട യുവാവിന്റെ അമ്മയാവട്ടെ ഉടനടി ബോധരഹിതയാവുന്നു. ഇതും കൂടി കണ്ട ആ സ്ത്രീ ആവട്ടെ ഉടനടി തന്നെ വിവാഹമോചനം നേടാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. ഉടനടി യുവാവ് ആ സ്ത്രീയെ തടഞ്ഞു നിർത്തിയിട്ട് അവളെ മാത്രമേ സ്നേഹിക്കൂ എന്ന് പറയുന്നു. ഇത് ആ പെൺകുട്ടിയെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തുന്നുണ്ട്. നിരാശയിലായിരുന്ന പെൺകുട്ടിയാവട്ടെ തന്റെ പ്രസുത വരനോട് ഭാവിയിൽ ഇങ്ങനെ ഒരു തീരുമാനം തിരഞ്ഞെടുത്തതിൽ ഖേദിക്കേണ്ടി വരരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഹൃദയം തകർന്ന പെൺകുട്ടിയാവട്ടെ ഒരു ബാറിൽ ചെന്നിരുന്ന് മദ്യപിക്കാൻ തുടങ്ങുന്നു. 3 വർഷങ്ങൾ കൊണ്ട് അവൾ അവളുടെ ഫിയാൻസിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 മാസം കണ്ട ഒരുത്തിക്ക് വേണ്ടി അവളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്താണ് അവളുടെ ഫിയാൻസിയുടെ സഹോദരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾ അവളുമായി രഹസ്യമായി എത്രയോ നാളുകൾക്ക് മുമ്പേ പ്രണയത്തിലായിരുന്നു. പെൺകുട്ടി സഹോദരന്റെ പ്രതിസുത വധു ആയതുകൊണ്ട് തന്നെ അയാൾ അവളോടുള്ള ഇഷ്ടം മറച്ചു വെക്കുകയായിരുന്നു. ഈ സമയത്ത് അവനാവട്ടെ അവളോട് തനിക്കുള്ള ഫീലിങ്സ് പറയാനായി അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു. യുവാവട്ടെ തന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ച് അവളോട് പ്രപ്പോസൽ നടത്തുന്നുണ്ട്. ഈ സമയത്ത് മദ്യം തലയ്ക്ക് പിടിച്ചിരുന്ന പെൺകുട്ടിയാവട്ടെ അപ്രതീക്ഷിതമായി അതിന് സമ്മതം മൂളുന്നു. ഇത് കേട്ട പരിഭ്രാന്തിയിലായ യുവാവട്ടെ ഭാവിയിൽ നീ ഇതിനെക്കുറിച്ച് ഓർത്ത് ഖേദിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ പെൺകുട്ടിയാവട്ടെ സന്തോഷത്തോടെ ഇപ്പോൾ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നു. ആ യുവാവ് സന്തോഷത്തോടെ തന്നെ അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. രാവിലെ ഉറക്കമുണർന്ന പെൺകുട്ടിയാവട്ടെ അയാളെ കണ്ട് ഞെട്ടുന്നുണ്ട്. അവൻ എന്താ ഇവിടെ എന്നവൾ സംശയത്തോടെ ചോദിക്കുന്നു. ഉടനടി തന്നെ അയാൾ മാരേജ് സർട്ടിഫിക്കറ്റ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ മാത്രമാണ് തലേന്ന് രാത്രിയിൽ സംഭവിച്ചതൊക്കെ പെൺകുട്ടിക്ക് ഓർമ്മ വരുന്നത്. തലേന്ന് രാത്രി അവർ ഇരുവരും ഒരുമിച്ചായതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് വേറെ ചോയ്സ് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ വിവാഹത്തെ അംഗീകരിക്കേണ്ടി വരുന്നു.